ഹലോ ഗൈസ്, മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ കാണുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും ക്ഷേത്രത്തിൽ വന്ന് തൊഴുതുന്നതും അവിടെ നമ്മുടെ ദേവി വന്നിട്ട് നമ്മുടെ കണ്ണനോട് പറയുന്നുണ്ട്, മോനെ രക്ഷിച്ച ആ ചെറുപ്പക്കാരനില്ല, ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ ഒരു ആപത്തിലാണ്, ആ ചെറുപ്പക്കാരനെ രക്ഷിക്കണേ മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണന് മനസ്സിലായി മാർക്കോ എന്തോ ഒരു അപകടത്തിൽ പെട്ടിരിക്കുകയാണെന്ന്. അങ്ങനെ അങ്ങനെ ഇനിയായിരിക്കും നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ മാർക്കോ ജയിലിൽ കിടക്കുന്ന വിവരങ്ങളൊക്കെ ഇവരറിയാൻ പോകുന്നത്. അല്ലെ കൂട്ടുകാരെ, പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച, ജയിലിൽ പോയി നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടി ഒരുമിച്ച് നമ്മുടെ മാർക്കോയെ കണ്ടുമുട്ടുന്ന ദൃശ്യങ്ങളായിരിക്കും. അവിടെ ചെല്ലുമ്പോഴായിരിക്കും മഹാലക്ഷ്മി ശരിക്കും ഞെട്ടാൻ പോകുന്നത്. അന്ന് തന്നെ രക്ഷിച്ചാളും ഇദ്ദേഹവും ഒന്നാണല്ലോ എന്നുള്ളൊരു ഞെട്ടല് നമ്മുടെ മഹാലക്ഷ്മിയുടെ മുഖത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കട്ടെ. പിന്നെ എന്തൊക്കെയായിരിക്കും കഥ വരാൻ പോകുന്നത്? അല്ലെ കൂട്ടുകാരെ, മേഘനാഥൻ വേറെ രീതിയിലും ശത്രുവാണ്. കാരണം ഏതോ ഒരു പെണ്ണിനെ ശല്യപ്പെടുത്തുന്നതിനിടയിൽ മാർക്കോ കയറി ഇടപെട്ടിട്ട് നമ്മുടെ മേഘനാഥൻ ആ ഒരു കേസിന്റെ പുറത്താണ് ഇപ്പൊ നമ്മുടെ മാർക്കോയെ ജയിലിലാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി എന്തായിരിക്കും? ഇനി മാർക്കോ തന്നെയാണ് തന്റെ അച്ഛനെയും പ്രതാപനെയൊക്കെ അടിച്ചതെന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മുടെ മേഘനാഥൻ വീണ്ടും വെറുതിരിക്കില്ല അല്ലെ. പോരാത്തതിന് കണ്ണന്റെ കൂടെയാണ് നമ്മുടെ കണ്ണന്റെ മഹാലക്ഷ്മിക്കൊപ്പമാണ് മാർക്കോ എന്ന് അറിഞ്ഞാൽ വീണ്ടും ശത്രുത പത്തിരട്ടിയാവും. അപ്പൊ ഇനി അവർ തമ്മിലുള്ള പോരാട്ടമായിരിക്കും. കണ്ണനും മഹാലക്ഷ്മിയും മാർക്കോവും ഒരു സൈഡില്, നമ്മുടെ പ്രതാപൻ, വാമദേവൻ, മേഘനാഥൻ ഇവര് അപ്പുറത്തെ സൈഡില്. ഇവരിൽ ആർക്കായിരിക്കും ജയം? നമുക്ക് ഉറപ്പാണ് നമ്മുടെ കണ്ണന്റെ ടീമേ ജയിക്കുള്ളൂ. പക്ഷെ ഇവരുടെ ആ ഒരു യുദ്ധത്തിൽ നമ്മുടെ മാർക്കോന്റെ സ്ഥാനം എന്താണ്? അതാണ് നമുക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടത്. കുറച്ച് ദിവസമായുള്ളൂ നമ്മുടെ മാർക്കോ വന്നിട്ടുള്ളെങ്കിൽ കൂടിയും പ്രേക്ഷക ഹൃദയങ്ങളിൽ അപ്പാടെ ഇടം പിടിച്ചു കഴിഞ്ഞു നമ്മുടെ മാർക്കോ അല്ലെ. അപ്പൊ നമ്മുടെ മാർക്കോയും മഹാലക്ഷ്മിയും ആദ്യം കാണുന്ന ഒരു രംഗം നമുക്ക് അത്യാവശ്യം തന്നെയാണ്. നമ്മുടെ മഹാലക്ഷ്മി എന്തായിരിക്കും നമ്മുടെ മാർക്കോന്റെ അടുത്ത് പറയാൻ പോകുന്നത് അല്ലേ കൂട്ടുകാരെ? ആ ഒരു സന്തോഷം എങ്ങനെയായിരിക്കും നമ്മുടെ മഹാലക്ഷ്മി പ്രകടിപ്പിക്കാൻ പോകുന്നത്? പിന്നീട് നമ്മുടെ മാർക്കോയും മേഘനാഥനും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ വരാനിരിക്കുന്നുണ്ട് അല്ലെ. അതും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.